ഹായ് മച്ചനെ, നമസ്കാരം. നമ്മളിന്ന് കാണാൻ പോകുന്നത് മീൻമുട്ടി ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഒരു വെള്ളച്ചാട്ടം നമ്മൾ കാണാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് മീൻമുട്ടി ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന പ്രകൃതി സുന്ദരമായ ഒരു കൊച്ചു വെള്ളച്ചാട്ടം. ഈ സ്ഥലം കാണാൻ നമ്മൾ MC റോഡ് വഴി തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വരുന്നവരാണ് എന്നുണ്ടെങ്കിൽ കിളിമാനൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഒരു 7 കിലോമീറ്റർ ഉള്ളിലാണ് ഈ മീൻമുട്ടി ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന സ്ഥലം. ഈ കാണുന്ന സ്ഥലത്തു നിന്നുമാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഉത്ഭവസ്ഥാനം. അധികം താഴ്ചയില്ലാത്ത ഒരു തടയണയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്നവർക്ക് നല്ലതുപോലെ ആസ്വദിച്ച് കുളിക്കുവാനും അതുപോലെ തന്നെ നമുക്ക് ഈ വെള്ളത്തിൽ നീന്തി കളിക്കുവാനും ഒക്കെ ഉള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇവിടെ നിന്നും താഴേക്ക് വെള്ളമൊഴുകി വന്നാണ് നമ്മുടെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്ക ഭാഗത്തിലെത്തുന്നത്. നമ്മൾ മുകളിൽ കണ്ട ഭാഗത്തു നിന്നും വെള്ളം താഴേക്കൊഴുകി ഈ ഭാഗത്തെത്തിയ ശേഷം ഇവിടുത്തെ പാറകൾക്കിടയിലൂടെയാണ് ഈ വെള്ളം താഴേക്ക് പതിക്കുന്നത്. 2 പാർട്ടായിട്ടാണ് വെള്ളം താഴേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ നല്ലതുപോലെ അധികം വെള്ളമുള്ള സമയത്ത് ഇത് 2 പാർട്ടായിട്ട് തിരിയില്ല. ഒരേപോലെ തന്നെ വലിയ ശക്തിയിലാണ് താഴേക്ക് വെള്ളം വീഴുന്നത്. താഴെയെല്ലാം നല്ല ഭംഗിയുള്ള പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ നല്ല മരങ്ങളുമാണ്. ഏകദേശം ഒരു 10-25 മീറ്റർ പൊക്കത്തിൽ നിന്നാണ് വെള്ളം താഴേക്ക് പതിക്കുന്നത്. വെള്ളച്ചാട്ടം മാത്രമല്ല കേട്ടോ, നല്ല പ്രകൃതി രമണീയമായ വലിയ വൃക്ഷങ്ങളും പാറക്കെട്ടുകളും മറ്റുമൊക്കെയുള്ള നല്ല ഭംഗിയുള്ള സ്ഥലം കൂടിയാണ് നമ്മുടെ ഈ മീൻമുട്ടി എന്ന് പറയുന്ന ഈ വെള്ളച്ചാട്ടം. ഇതുപോലെ പാറക്കൂട്ടങ്ങളും അതുപോലെ തന്നെ നമുക്ക് ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിലൂടെ വേണം താഴേക്ക് നമ്മളെത്താൻ. ആ ഭാഗത്താണ് വെള്ളം നല്ല ശക്തിയിൽ വന്ന് വെള്ളം താഴേക്ക് വീഴുന്ന ഭാഗത്ത് എത്തുന്നത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ടത്. വളരെ സൂക്ഷിച്ച് വേണം ഇറങ്ങിപ്പോവാൻ. വഴുക്കലുണ്ടാവും. അതുപോലെ തന്നെ ചരിഞ്ഞുള്ള പാറയായതുകൊണ്ട് തന്നെ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുമായിട്ട് വരുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് മാത്രമേ ഇവിടെ വരാവൂ. കാണാൻ അടിപൊളി വൈബാണ് ഇവിടെ. അടിപൊളിയാണ് കാണാൻ. ഇതുപോലെ നമ്മൾ ഈ പാറക്കെട്ടിലൂടെ ഇറങ്ങി വേണം നമ്മൾ ഈ വെള്ളം, അതായത് നല്ല ഹൈറ്റിൽ നിന്ന് വെള്ളം വീഴുന്ന ഭാഗത്തേക്ക് എത്താൻ. കണ്ടോ, ചുറ്റാകെ കാട് പിടിച്ച സ്ഥലമാണ്. നല്ല പാറക്കെട്ടാണ്. അപ്പോൾ അതിനിടയിലൂടെ നല്ല പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണ് ഇവിടെ. ഇതുപോലെ ഉണ്ടോ, മൊത്തം പാറക്കൂട്ടങ്ങളാണ്. അതായത് പണ്ട് മഴയത്തൊക്കെ ഒലിച്ച് വന്നിട്ടുള്ള വലിയ പാറകളാണ് ഇവിടെ ഉള്ളത്. കാണുന്ന പാറയെന്ന് പറയുന്ന പുഴയുടെ മധ്യഭാഗത്തായിട്ട് ഒരു ആൽമരം നിൽപ്പുണ്ട്. അതിന് താഴെയായിട്ട് കാണുന്ന വലിയ ഒരു പാറയാണ്. ഈ പാറയുടെ പുറത്താണ് നമ്മൾ കയറിയിരിക്കാറുള്ളത്. ഈ കാണുന്ന സ്ഥലത്തൊക്കെ നമ്മൾ കുളിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ ഈ ഭാഗമൊക്കെ ആഴമില്ലാത്ത ഭാഗമാണ്. ഇങ്ങനെ കാണുന്നെങ്കിലും ആഴം വളരെ കുറവാണ്. ഇവിടെ ഈ വെള്ളം വീഴുന്നതിൻ്റെ അടിഭാഗത്ത് നിന്ന് നമുക്ക് നല്ലതുപോലെ കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. നല്ലതുപോലെ നമുക്കിവിടെ വന്നാൽ ആസ്വദിച്ച് പോകാം. അത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും മോൾ ഭാഗത്തായിട്ട് ഭയങ്കരമായ കല്ലുകളാണ്. വലിയ കല്ലുകൾ, അതായത് നമ്മൾ ഈ ഭൂകമ്പ സമയത്തൊക്കെ ഒഴുകി വരുമ്പോഴത്തെ വലിയ കല്ലുകളാണ് ഇവിടെ ഒഴുകി വന്ന് ഇങ്ങനെ കിടക്കുന്നത്. പണ്ടെന്നോ ഭൂകമ്പമോ മറ്റോ ഉണ്ടായപ്പോഴങ്ങനെ ഒഴുകി വന്ന കല്ലുകളാണോ എന്നും അറിയത്തില്ല. ഇത്രയ്ക്കും വലിയ കല്ലുകളാണ് ഈ ഭാഗത്ത് മൊത്തം. കൊടും ചൂടുള്ള സമയത്തൊന്നും ഇവിടെ അധികം വെള്ളച്ചാട്ടം കാണാൻ സാധിക്കില്ല. കാരണം ഒരു ചെറിയൊരു പുഴയാണിത്. അതിൽ വെള്ളം വറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ആ സമയത്തൊക്കെ ഉണങ്ങി വരണ്ട് കാണുന്നതായിട്ട് ശരിയാണ് ഇവിടെ.
ഇത് ഈ ഒരു ഭാഗമെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ കാണുന്നത് ഒരു ആൽമരമാണ്, ഒരു വലിയ ആൽമരം. ഈ ആൽമരത്തിൻ്റെ വേരുകളാണ് ഈ പാറപ്പുറത്തൂടെ ചുറ്റി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മാത്രവുമല്ല ഇതിന് താഴെ മൊത്തം നല്ല ഉണ്ട കല്ലുകളാണ്. ഈ കല്ലുകളുടെ പുറത്തൊക്കെ കയറിയിരിക്കാനും നമുക്ക് വെള്ളത്തിലേക്ക് അവിടെ നിന്നും ചാടിയൊക്കെ ഇറങ്ങാനും ഒക്കെ നല്ല അടിപൊളിയാണ് കാണാൻ. വരുന്നവരെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല വഴുവഴുപ്പുള്ള, അതായത് നല്ലതുപോലെ പായൽ പിടിച്ച കിടക്കുന്ന പാറകളാണ്. അതിൻ്റെ ഇടകളിൽ ഒരു കുണ്ട് കണക്കത്ത ഭാഗങ്ങളൊക്കെ കാണാം, അതായത് നല്ല കുഴിയുള്ള ഭാഗങ്ങളൊക്കെ കാണാം. അവിടെയൊന്നും കാലായി കഴിഞ്ഞാൽ നമുക്ക് കാലൊക്കെ ഒടിയാനുള്ള സാധ്യത കൂടുതലാണ്. നോക്കി, ഇതൊരു വലിയ പാറയാണ്. ഇതുപോലെ പാറക്കെട്ടുകളാലും മരങ്ങളാലും, അതായത് പുഴയുടെ മധ്യഭാഗത്തൊക്കെയാണ് ഈ ഇത് നിൽക്കുന്നത്, അതായത് മരങ്ങൾ, ആൽമരങ്ങൾ ഇത് ഉള്ളത്. ഈ കാണുന്ന സ്ഥലത്താണ് മുകളിൽ നിന്നും വെള്ളം ഒഴുകി വന്ന് ആ വെള്ളം ഇവിടെയാണ് തീരുന്നത്. ഈ കാണുന്ന കല്ലുകളിലൂടെ നടന്ന് നമുക്ക് മറു സൈഡിലെത്തുമ്പോൾ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണ രൂപം കാണാൻ പറ്റും. ഈ പാറകളിലൊക്കെ കണ്ടോ, ധാരാളം പായൽ പിടിച്ച് നിൽക്കുക, അതായത് അതിലൊക്കെ ചവിട്ടിക്കഴിഞ്ഞാൽ കാല് വീഴുവാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ നേരത്തെ കയറി നിന്ന ആ പാറയിലാണ് ഒരാൾ ഇരിക്കുന്നത്. ഇവിടെ ഇരുന്നും കൊണ്ട് നമുക്ക് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാം. അതുപോലെ തന്നെ ഈ കാണുന്ന ഭാഗമൊക്കെ ആൾക്കാർ കുളിക്കാൻ വേണ്ടി ഇറങ്ങുന്ന സ്ഥലമാണ്. അത് നമുക്ക് പിന്നത്തെ വ്യൂവിൽ കാണാം. ഇതാണ് നമ്മളെ മീൻമുട്ടി വെള്ളച്ചാട്ടത്തിൻ്റെ ഒറിജിനലായിട്ടുള്ള ഭംഗി നിറഞ്ഞ ഭാഗം. ഇവിടെ നോക്കുമ്പോൾ തന്നെ കാണാം, ഏറ്റവും അടിഭാഗത്തായിട്ട് നമുക്കുണ്ടാകും കല്ലുകൾ കാണുന്നുണ്ട്. ഈ രണ്ട് പാറകളുടെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്കിരിക്കാം, അതായത് കാലിട്ട് നമുക്ക് ആ വെള്ളത്തിൻ്റെ ഭംഗി അതുപോലെ തന്നെ ആസ്വദിക്കാൻ പറ്റും. ഇവിടെ രണ്ട് ഭാഗം കാണുന്നുണ്ട്. ഇതുവഴി നമ്മൾ കണ്ടിട്ടൊക്കെ വന്ന ശേഷം നമ്മൾ ഈ ചെറിയ പടവുകൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് മീൻമുട്ടി ധർമ്മശാസ്താവിൻ്റെ ഉപദേവനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന സ്ഥലമാണ്. നിത്യ വിളക്കുള്ള സ്ഥലമാണിത്. നിങ്ങൾ ഈ കാണുന്നത് ഒരു വലിയൊരു ആരാണ്. ഈ ആലിൻ്റെ ചുവട് ഭാഗത്തായിട്ട് കാണുന്നത് ഒരു 2-3 പേർക്ക് സുഖമായിട്ട് മഴ നനയാതെയും വെള്ളം നനയാതെയും കയറി നിൽക്കാൻ പറ്റുന്ന ഒരു പൊത്താണ്. അതായത് ഒരു വലിയ ഗുഹ പോലുള്ള ഭാഗമാണ്. അതിനകത്ത് നിന്നും കൊണ്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാൻ നല്ല ഭംഗിയാണ്. ഇത് 2018 മറ്റോ പണിഞ്ഞൊരു പാലമാണ്. ഇത് നദിയുടെ മറുകരയും ഇക്കരയുമായിട്ട് ബന്ധിപ്പിക്കാനുള്ള ഒരു പാലമാണ്. മുമ്പ് ഇതില്ലായിരുന്നു. പാലമില്ലാത്ത സമയത്ത് ഈ പാറക്കെട്ടുകളിലൂടെ വെള്ളം കുറഞ്ഞ സമയത്ത് അപ്പുറത്തും ഇപ്പുറത്തും പോയായിരുന്നു നമ്മൾ വെള്ളച്ചാട്ടം കണ്ടിരുന്നത്. ഈ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ട കുളിക്കുവാനും എല്ലാത്തിനും സൗകര്യമുള്ള വലിയ പാറക്കെട്ടുള്ള ആ ഭാഗമാണ് ഈ കാണുന്നത്. പാലത്തിലൂടെ നമ്മൾ ഇപ്പുറം കടന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നിന്ന് നമുക്ക് ഈ പുഴയുടെ ഭംഗിയും ഈ സ്ഥലങ്ങളും ഒക്കെ നല്ലതുപോലെ വീക്ഷിക്കാൻ പറ്റും. നല്ല ഹൈറ്റുള്ള സ്ഥലമാണ്. അത് മാത്രവുമല്ല, ഈ കാണുന്ന ഈ ഒരു വികസനങ്ങൾ, അതായത് ഈ കോൺക്രീറ്റ് വികസനങ്ങളൊക്കെ പിന്നീട് വന്നതാണ്. നമ്മൾ ഒരു 10 വർഷത്തിന് മുകളിലോട്ട് നോക്കുമ്പോൾ ഇവിടെ എല്ലാം പാറക്കെട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു. മൊത്തം പാറയാൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഒരു മേഖലയായിരുന്നു. ഇപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഇരിക്കുവാനും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുമുള്ള സ്ഥലം. ഈ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും കൊണ്ട് നമുക്ക് താഴേക്ക് നോക്കിയാൽ വെള്ളച്ചാട്ടം നല്ലപോലെ കാണാം. മാത്രവുമല്ല, ഈ ഭാഗത്താണ് ശ്രീനാരായണ ഗുരു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് സന്യസിക്കാനുള്ള ഒരു സ്ഥലം ചോദിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഭാഗം ഒരു ഗുരുമന്ദിരം പോലെ കെട്ടിയിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക്
നല്ല പ്രകൃതി സുന്ദരമായ ഒരു ഏരിയയാണ് കാണാൻ പറ്റുന്നത്. ഇത് 2015 നടത്തിയ നമ്മുടെ കുമിൾ പഞ്ചായത്തിൻ്റെ പരിധിക്കുള്ളിൽ വരുന്ന വികസന പ്രവർത്തനമാണ്. ഇവിടെ നിന്നും നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭംഗി ആസ്വദിക്കാൻ പറ്റും. കാരണം എല്ലാവർക്കും താഴെ ഭാഗത്തേക്ക് എത്താൻ പറ്റാത്തവർക്ക് നല്ലതുപോലെ കാണാം. ഈ കാണുന്നത് ഒരു ധർമ്മശാസ്താവ്, അതായത് അയ്യപ്പ ക്ഷേത്രമാണിത്. ഇതിൻ്റെ ഉപദേവന്മാരുടെ ഇതൊക്കെയാണ് ഈ കാണുന്നത്. ക്ഷേത്രവും അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടവും ഒക്കെ പ്രകൃതി ഭംഗിയും ഒക്കെ ചേർന്ന് നല്ല അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇവിടെ വരാം. അതായത് ജാതി മതഭേദമില്ലാതെ എല്ലാവർക്കും ഇവിടെ വരാം, സ്ഥലം കാണാം. പിന്നെ ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ ആളുകൾക്ക് ടൂറിസം മേഖലയോടനുബന്ധിച്ച് ഇപ്പോൾ നടത്തിയ വികസനത്തിൻ്റെ ഭാഗങ്ങളാണ്. ഇത് നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവിന് വേണ്ടിയിട്ട് ചോദിച്ച സ്ഥലം, അത്രയും ഭാഗം ഒരു ചെറിയ ഗുരുമന്ദിരം പോലെ ഉണ്ടാക്കി ഇന്നും പവിത്രമായി കാത്തുപോരുന്ന ഒരു പുണ്യ മന്ദിരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ മീനും ഇറച്ചിയും ഒന്നും കൊണ്ടുവന്ന് കഴിക്കാൻ പാടില്ല. അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള നല്ലൊരു ഗ്രൗണ്ട് തന്നെ നല്ല ഭംഗിയിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന ആൾക്കാർക്ക് മലമൂത്ര വിസർജനം ചെയ്യാനായിട്ട് അതിനുള്ള ടോയ്ലറ്റ് സൗകര്യമുണ്ട്. കുഞ്ഞു കടകളുണ്ട്, ഐസ്ക്രീം പാർലറുകൾ വണ്ടികളിൽ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട്. ഇതാണ് ഈ മീൻമുട്ടി വാട്ടർഫ്ലൈസിൻ്റെ പ്രധാന കവാടം എന്ന് പറയും. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്ന് അടിച്ച് പൊടിച്ച് അറുമാദിച്ചൊക്കെ പോകണമെന്ന് പറയുന്നില്ലേ, അതുപോലെ പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മീൻമുട്ടി വാട്ടർഫ്ലൈസ്. അപ്പോൾ മച്ചാമാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിച്ചാൽ അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ്.